ഹായ് ആൾ, എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്നു, അതായത് ഡിപ്ലോമ, ബിടെക്, മെക്കാനിക്കലിലും ഓട്ടോമൊബൈലും ഉള്ള ഹെവി ലൈസൻസ് ഉള്ള എല്ലാവരും കാത്തിരുന്ന PSCയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു AMVA എന്ന് പറയുന്നത്. ഇതിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CCയിൽ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ AMVAയുടെ നോട്ടിഫിക്കേഷനകത്ത് യൂണിറ്റ് 4 പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് എന്ത്, ബോയിലേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ബോയിലേഴ്സ് നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് പഠിക്കുന്ന സമയത്ത് നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിലും പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിലും ഒക്കെ നമ്മൾ പറയുന്നതാണ് സ്റ്റീം ബോയിലേഴ്സ് അല്ലെങ്കിൽ സ്റ്റീം ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ബോയിലർ ഈസ് എ ക്ലോസ്ഡ് വെസൽ. എന്താണ് ഒരു ക്ലോസ്ഡ് വെസൽ ആണ്, യൂസ്ഡ് ടു ഹീറ്റ് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് സ്റ്റീം യൂസിങ് ഹീറ്റ് എനർജി. എന്താണ്, നമ്മൾ ചൂട് ഉപയോഗിച്ച് വാട്ടറിൽ നിന്ന് എന്തായിട്ട് മാറ്റുന്നു, സ്റ്റീം ഉണ്ടാക്കുന്ന ഒരു ക്ലോസ്ഡ് വെസലാണ് എന്ത്, ബോയിലേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലേഴ്സുമാണ് നമുക്ക് ബോയിലേഴ്സിന്റെ മെയിൻ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ ട്യൂബ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ബോയിലറിന്റെ കൺസ്ട്രക്ഷനകത്ത് ഏറ്റവും താഴെ എന്താണ്, ഗ്രേറ്റ് ഉണ്ടാകും അല്ലേ. ഗ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഫ്യൂവൽ വെക്കുന്ന അല്ലെങ്കിൽ വിറക് വെച്ച് കത്തിക്കുന്ന സ്ഥലമാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറെ ട്യൂബ്സ് ഉണ്ടാകും, പിന്നെ ഏറ്റവും മുകളിൽ ചിമ്മിനി ഉണ്ടാകും. അപ്പോൾ ചിമ്മിനി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഫ്ലൂ ഗ്യാസസ്, അതായത് ഉണ്ടാകുന്ന ഈ ഗ്യാസസ് വെളിയിൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചിമ്മിനി യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ട്യൂബ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയർ ട്യൂബ് ബോയിലർ ആണെങ്കിൽ ഈ ട്യൂബിനകത്തായിരിക്കും എന്ത്, ഫ്ലൂ ഗ്യാസ് ഉള്ളത്. മനസ്സിലായോ? ഈ ട്യൂബിനകത്താണ് എന്ത്, ഫ്ലൂ ഗ്യാസ് ഉള്ളത്. അതായത് ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ ഹോട്ട് ഗ്യാസ് എന്നാണ് മീനിങ്. നോക്കിയേ, ഹോട്ട് ഗ്യാസസ് പാസ് ത്രൂ ട്യൂബ്സ് ആൻഡ് വാട്ടർ സറൗണ്ട്സ് ദ ട്യൂബ്. എന്ന് വെച്ചാൽ ട്യൂബിനകത്തൂടെ ഹോട്ട് ഗ്യാസ് പോകും, ഈ ട്യൂബ്സിന് ചുറ്റും എന്തുണ്ടാകും, വാട്ടർ ഉണ്ടാകും. ഈ ചൂട് ഉപയോഗിച്ച് എന്താ, ഈ വാട്ടർ സ്റ്റീം ആയിട്ട് കൺവേർട്ട് ആകും. അതാണ് നമ്മുടെ ഫയർ ട്യൂബ് ബോയിലറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ട്രിക്ക് ഓർത്ത് വെക്കാൻ നോക്കുകയാണെങ്കിൽ ഫയർ ഇൻ ട്യൂബ് എന്ന് ഓർത്താൽ മതി. എന്താണ്, ഫയർ ഇൻ ട്യൂബ് ആണ് എന്ത്, ഫയർ ട്യൂബ് ബോയിലർ. അപ്പൊ ഫയർ ട്യൂബ് ബോയിലറിന്റെ പേര് വരാൻ കാര്യം എന്താ, ട്യൂബിനകത്ത് എന്താ ഉള്ളത്, തീ അല്ലേ ഉള്ളത്. ട്യൂബിനകത്ത് എന്താ ഉള്ളത്, ഫയർ ആണുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്രഷർ കുറഞ്ഞ ബോയിലർ ആയിരിക്കും എന്ത്, ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും. അതേപോലെ ഇവിടെ നമുക്ക് സ്റ്റീം അത്ര എന്താണ്, വളരെ വലിയ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല. ലോ സ്റ്റീം ജനറേഷൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. എന്താണ്, ലോ പ്രഷർ ബോയിലർ ആണ്, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, ലോ സ്റ്റീം ജനറേഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൊഹറൻ ബോയിലർ, അല്ലെങ്കിൽ നമുക്ക് കൊക്കറൻ ബോയിലർ എന്ന് വിളിക്കാം. കൊഹറൻ ബോയിലർ, ലെക്കാൻഷർ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്ത്, ഫയർ ട്യൂബ് ബോയിലേഴ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, കൊഹറൻ ബോയിലർ, ലെക്കാൻഷർ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ. ഈ ഫിഗർ നോക്കിയാണെങ്കിൽ നോക്കിയേ, ഇവിടെ ഫർണസ് ഉണ്ട്. ഈ ഫർണസിനകത്തൂടെ ഈ ഹോട്ട് ഗ്യാസ് ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം എന്താണ്, ട്യൂബ്സ് ആണ്. ഈ ട്യൂബ്സിനകത്തൂടെ എല്ലാം എന്താ പോകുന്നത്, ഹോട്ട് ഗ്യാസ് ആ പോകുന്നത് അല്ലേ. ഇതിന് ചുറ്റും എന്തുണ്ട്, വാട്ടർ ഉണ്ട്. അപ്പൊ നോക്കി ഇവിടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഈ വാട്ടറിൽ നിന്ന് സ്റ്റീം ജനറേറ്റ് ആയി സ്റ്റീം ഔട്ട് ആവുന്ന കണ്ടില്ലേ. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്, നമുക്ക് ട്യൂബ്സിനകത്തുള്ള ഹോട്ട് ഗ്യാസസിന്റെ ഹീറ്റ് എനർജി വാട്ടർ അബ്സോർബ് ചെയ്ത് വാട്ടർ സ്റ്റീം ആയിട്ട് മാറി അതെന്തായിട്ട് മാറും, നമുക്ക് ആവശ്യമുള്ള സ്റ്റീം ടർബൈൻസിലാണോ അല്ല നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റീം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് എന്ത്, ഫയർ ട്യൂബ് ബോയിലറിന്റെ മെയിൻ വർക്കിങ്ങും എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്തായിരിക്കും, വാട്ടർ ട്യൂബ് ബോയിലർ അല്ലേ. നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. എന്താ, ട്യൂബിനകത്ത് എന്തായിരിക്കും ഉള്ളത്, വാട്ടർ ആയിരിക്കും. ചുറ്റും എന്തുണ്ടാകും, ഗ്യാസസ് അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസസ് കാണും. ഇത് നോക്കിയേ, വാട്ടർ പാസസ് ത്രൂ ട്യൂബ്സ്. വാട്ടറിന് ഇതിലൂടെ പോകുന്നു, ട്യൂബ്സിനകത്തോടെ പോകുന്നു. ഹോട്ട് ഗ്യാസസ് സറൗണ്ട് ദ ട്യൂബ്സ്, നേരെ തിരിച്ചല്ലേ, ഹോട്ട് ഗ്യാസസ് ഈ ട്യൂബ്സിന് ചുറ്റും ഉണ്ടാകും. ഇനി ഈസി ട്രിക്ക് എന്താ, വാട്ടർ ഇൻ ട്യൂബ് എന്ന് ഓർത്താൽ മതി അല്ലേ. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ ഇൻ ട്യൂബ് എന്നല്ലേ. ട്യൂബിനകത്ത് എന്താ ഉള്ളത്, വെള്ളം, അതായത് വാട്ടർ ആണ് ഉള്ളത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അവിടെ ലോ പ്രഷർ അല്ലായിരുന്നു, ഇവിടെ ഹൈ പ്രഷർ ബോയിലർ ആണ്. ഇനി അവിടെ നിന്ന് എന്തായിരുന്നു, ചെറിയ രീതിയിൽ ചെറിയ അളവിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്റ്റീം കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്താ, ഹൈ സ്റ്റീം പ്രൊഡക്ഷൻ ആണ്. ഒരുപാട് സ്റ്റീം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഹൈ എഫിഷ്യൻസി ഉള്ള ഒരു ബോയിലർ ആണ് എന്ത്, വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. നമ്മൾ ഫയർ ട്യൂബും വാട്ടർ ട്യൂബും എടുത്തതിന് എന്തിനാ എഫിഷ്യൻസി കൂടുതൽ, വാട്ടർ ട്യൂബിനാണ്. ഒരു കണക്ഷൻ നോക്കിയാലോ, തീയും വെള്ളം ഓർക്കുക,
എഫിഷ്യൻസി കൂടുതൽ വെള്ളത്തിനാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഫയർ ട്യൂബും വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്തിനാ ഉള്ളത്? ഫയർ ട്യൂബ് ബോയിലേഴ്സിനല്ല, വാട്ടർ ട്യൂബ് ബോയിലേഴ്സിനാണ്. ഇനി ഫിഗർ നോക്കിയേ, ഫർണസ് ഉണ്ട്, നമ്മുടെ ഹോട്ട് ഗ്യാസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം എന്താണ്? വാട്ടർ ട്യൂബ്സ് ആണ് അല്ലേ? ഇതിനകത്തോടെ എന്താ വാട്ടർ കയറുന്നുണ്ട്, ഈ ട്യൂബ്സിനകത്തോടെ വാട്ടർ പോകുന്നുണ്ട്. ആ വാട്ടർ എന്തായിട്ടാണ് മാറുന്നത്? സ്റ്റീം ആയിട്ട് മാറി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വാട്ടർ ട്യൂബ് ബോയിലറും ഫയർ ട്യൂബ് ബോയിലറും ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഈ വാട്ടർ ട്യൂബ് ബോയിലേഴ്സിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ, ലാമോണ്ട് ബോയിലർ, ഇതൊക്കെ നമ്മൾ ഡിപ്ലോമയിലും ബിടെക്കിലും ഒക്കെ പഠിക്കുന്നതാ. ഇനി നമുക്ക് കുറച്ച് കോമൺ ബോയിലേഴ്സും അതിന്റെ ടൈപ്പ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോഹറന്റ് ബോയിലറും ലെക്കാൻഷർ ബോയിലറും ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഫയർ ട്യൂബ് ഇല്ലേ, ഫയർ ട്യൂബ് വെർട്ടിക്കൽ ആണെങ്കിൽ അത് കോഹറന്റ് ബോയിലർ, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ലെക്കാൻഷർ ബോയിലർ. മനസ്സിലായോ? വെർട്ടിക്കൽ ആണെങ്കിൽ കോഹറന്റ് ബോയിലർ, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ലെക്കാൻഷർ ബോയിലർ. ഇനി ലോക്കോമോട്ടീവ് ബോയിലേഴ്സ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ മൾട്ടി ട്യൂബുലാറ എന്ന് വെച്ചാൽ ഒരുപാട് ട്യൂബ്സ് അതിലുണ്ടാകും. മനസ്സിലായോ? ഒരുപാട് ട്യൂബ്സ് ഉണ്ടാകും ലോക്കോമോട്ടീവ് ബോയിലേഴ്സിന്. ഇനി ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ആണെങ്കിലോ അത് വാട്ടർ ട്യൂബ് ബോയിലേഴ്സാണ്. പിന്നെ ലാമോണ്ട് ബോയിലർ ആണെങ്കിലോ ഫോഴ്സ്ഡ് സർക്കുലേഷൻ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. എന്ത്? നമ്മുടെ ലാമോണ്ട് ഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാട്ടർ കൊടുക്കുന്നത് ഒരു പമ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും. എന്താണ്? വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പമ്പ് യൂസ് ചെയ്തായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ലാമോണ്ട് ബോയിലർ എന്ത് ബോയിലറാ? വാട്ടർ ട്യൂബ് ബോയിലറാണ്. ഇനി നമുക്ക് കുറച്ച് ബോയിലേഴ്സും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഫയർ ട്യൂബ് ബോയിലർ ലോ പ്രഷർ ബോയിലർ ആണ്. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ ആണ്. എന്താണ്? ഫയർ ട്യൂബ് ലോ പ്രഷറും വാട്ടർ ട്യൂബ് ഹൈ പ്രഷർ. കാരണം എന്തായിരിക്കും? ഈ വാട്ടറിന്റെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ഹൈ പ്രഷർ ആയിരിക്കും. പിന്നെ കോഹറന്റ് ബോയിലർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് വെർട്ടിക്കൽ ബോയിലർ, വെർട്ടിക്കൽ ഫയർ ട്യൂബ് ബോയിലർ ആണ് എന്ത്? കോഹറന്റ് ബോയിലർ എന്ന് പറയുന്നത്. ഇനി ലെക്കാൻഷർ ബോയിലർ എന്ന് വെച്ചാൽ എന്താ? അവിടെ 2 ഫർണസ് ട്യൂബ് ഉണ്ടായിരിക്കും. എന്താണ്? 2 ഫർണസ് ട്യൂബ്സ് ആർ ദെയർ. എവിടെ? നമ്മുടെ ലെക്കാൻഷർ ബോയിലറിൽ. ഇനി ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ആണെങ്കിൽ വാട്ടർ ട്യൂബ് ബോയിലർ ആണ്. എന്താണ്? ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. ഇനി ലാസ്റ്റ് ലാമോണ്ട് ബോയിലർ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ അത് എന്താ? ഫോഴ്സ്ഡ് സർക്കുലേഷൻ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി മെമ്മറി ട്രിക്സ് നോക്കുകയാണെങ്കിൽ, ഫയർ ട്യൂബ് എന്ന് വെച്ചാൽ എന്താ? ഫയർ ഇൻസൈഡ് ട്യൂബ്. ട്യൂബിനകത്ത് എന്താ ഉള്ളത്? ഫയർ അല്ലേ ഉള്ളത്. ഇനി വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണെങ്കിലോ ട്യൂബിനകത്ത് വാട്ടർ ഉണ്ട്. ഇനി ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ആണെങ്കിലോ ഹൈ പ്രഷർ ബോയിലേഴ്സാ. അപ്പൊ ഹൈ പ്രഷർ ബോയിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? അത് വാട്ടർ ട്യൂബ് ആണ്. ഇപ്പൊ എവിടെയൊക്കെ ഹൈ പ്രഷർ ഉണ്ടോ അതെല്ലാം എന്തായിരിക്കും? വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആയിരിക്കും. എവിടെയൊക്കെ ലോ പ്രഷർ ഉണ്ടെങ്കിലും അതെല്ലാം എന്തായിരിക്കും? നമ്മുടെ ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആയിരിക്കും. ഇനിയും ലോക്കോമോട്ടീവ് ബോയിലേഴ്സ് ആണെങ്കിലോ എവിടെ യൂസ് ചെയ്യുന്നത്? റെയിൽവേ എഞ്ചിൻസിൽ. മനസ്സിലായോ? ലോക്കോമോട്ടീവ് ബോയിലേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നത്? റെയിൽവേ എഞ്ചിൻസിലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം എഞ്ചിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ലോക്കോമോട്ടീവ് ബോയിലേഴ്സ് വെച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് ആ സ്റ്റീം എഞ്ചിന് വേണ്ട സ്റ്റീം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ബോയിലേഴ്സിന്റെ എക്സാമ്പിൾസും അതിന്റെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ CCയിൽ ജോയിൻ ചെയ്യുക. CCയിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. PSCക്ക് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.